വേ ടു വിൻ PSC ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. DHS നടത്തുന്ന വരാൻ പോകുന്ന ഒപ്റ്റോമെട്രി ഗ്രേഡ് 2 എക്സാമിൻ്റെ സിലബസ് വൈസ് ക്ലാസ്സുകളാണ് നമ്മൾ ഈ ചാനലിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നത്. സിലബസിലെ ഫസ്റ്റ് പാർട്ടായ അനാറ്റമി ഓഫ് ദി ഐ ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അതിൻ്റെ ബാക്കി ക്ലാസ്സുകൾ വരും ദിവസങ്ങളിൽ ഇനിയും ഉണ്ടാവും. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ്. ഇപ്പോൾ കഴിഞ്ഞ ലാസ്റ്റ് നടന്ന DMEയുടെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മളൊന്ന് അനലൈസ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ മസിൽ ഓഫ് ദി ഐബോൾ സപ്ലൈഡ് ബൈ അബ്ഡ്യൂസൻ നെർവ് ഈസ് ഓപ്ഷൻസ് മീഡിയൽ റെക്ടസ്, ലാറ്ററൽ റെക്ടസ്, സുപ്പീരിയർ റെക്ടസ്, ഇൻഫീരിയർ റെക്ടസ്. ഏതാണ് ആൻസർ? ലാറ്ററൽ റെക്ടസ് ആണ് ആൻസർ. അതിനൊരു കോഡ് ഉണ്ടായിരുന്നു, LR6SO4 ത്രൈസ് എന്ന് പറയുന്ന ഒരു കോഡ് ഉണ്ടായിരുന്നു. അതായത് ഓരോ മസിൽസിനും ഏതൊക്കെ നെർവ്സാണ് സപ്ലൈ ചെയ്യുന്നതെന്ന് അറിയാനുള്ള കോഡാണിത്. ഈ കോഡ് പ്രകാരം ലാറ്ററൽ റെക്ടസിന് 6th നെർവ്, അതായത് 6th നെർവ് എന്ന് പറയുന്നത് അബ്ഡ്യൂസൻ നെർവ് ആണ് സപ്ലൈ ചെയ്യുന്നത്. അതുപോലെ LR6SO4 സുപ്പീരിയർ ഒബ്ലീക്കിന് 4th നെർവായിട്ടുള്ള ട്രോക്ലിയർ നെർവാണ് സപ്ലൈ ചെയ്യുന്നത്. ബാക്കിയുള്ള എല്ലാ മസിൽസിനും 3rd നെർവായിട്ടുള്ള ഒക്യുലോ മോട്ടോർ നെർവാണ് സപ്ലൈ ചെയ്യുന്നത്. ലാറ്ററൽ റെക്ടസിൻ്റെയും സുപ്പീരിയർ ഒബ്ലീക്കിൻ്റെയും മാത്രം ഒന്ന് സ്പെസിഫിക് ആയിട്ട് ഓർത്ത് വെച്ചാൽ മതി. ബാക്കിയെല്ലാം 3rd നെർവാണ് സപ്ലൈ ചെയ്യുന്നത്. ലാറ്ററൽ റെക്ടസ്, അബ്ഡ്യൂസൻ നെർവ്, സുപ്പീരിയർ ഒബ്ലീക്ക്, ട്രോക്ലിയർ നെർവ്. മനസ്സിലായല്ലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദി ഉവിയൽ ട്രാക്ട് കൺസിസ്റ്റ് ഓഫ് ഓൾ ദ ഫോളോവിങ് സ്ട്രക്ചേഴ്സ് എക്സെപ്റ്റ് ഓപ്ഷൻസ് കൊറോയിഡ്, ലിംബസ്, ഐറിസ്, സീലറി ബോഡി. ഇതിൽ ഏത് സ്ട്രക്ചറാണ് ഉവിയൽ ട്രാക്റ്റിൽ ഉൾപ്പെടാത്തത്? ഉവിയൽ ട്രാക്റ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മളുടെ മിഡിൽ ലെയർ ആയിട്ടുള്ള വാസ്കുലാർ കോട്ടിനെയാണ് നമ്മൾ പറയുന്നത്. അതിൽ അടങ്ങിയിരിക്കുന്ന ഉൾക്കൊള്ളുന്ന സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നത് ഐറിസ്, സീലറി ബോഡി, കൊറോയിഡ്. ഇവ മൂന്നുമാണ് ഉവിയൽ ട്രാക്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. അതിൽ ഐറിസ് അതിൻ്റെ ആൻറ്റീരിയർ പോർഷനിലും കൊറോയിഡ് ഏറ്റവും പോസ്റ്റീരിയർ പോർഷനിലുമാണ് വരുന്നത്. അപ്പോൾ ആൻസർ ഇവിടെ ഉവിയൽ ട്രാക്റ്റിൽ ഉൾപ്പെടാത്തതാണ് ചോദിച്ചിട്ടുള്ളത്. ആൻസർ ഈസ് ലിംബസ്, ഓപ്ഷൻ ബി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the refractive apparatus of the eye consists of the following structures except options cornea, aqueous humor, iris, vitreous humor. നമ്മുടെ റിഫ്രാക്റ്റീവ് അപ്പാരറ്റസ് ഓഫ് ദ ഐ എന്ന് പറയുമ്പോൾ അതിൽ അടങ്ങിയിരിക്കുന്നത് ഏതൊക്കെ ഭാഗങ്ങളാണ് അതിൽ ഉൾക്കൊള്ളുന്നത്? കോർണിയ വരും. കോർണിയാണ് ഫസ്റ്റ് റിഫ്രാക്റ്റീവ് സർഫസ് എന്ന് പറയുന്നത്. പിന്നെ നെക്സ്റ്റ് ആയിട്ട് അക്വസ് ഹ്യൂമർ വരും. അത് കഴിഞ്ഞ് ലെൻസ് വരും. പിന്നെ വിട്രിയസ് ഹ്യൂമർ വരും. ഇതൊക്കെ റിഫ്രാക്റ്റീവ് സ്ട്രക്ചേഴ്സിൽ വരുന്ന ഭാഗങ്ങളാണ്. ഇതിൽ ഉൾപ്പെടാത്തത് ഐറിസ് ആണ്. ഐറിസ് ഒരു റിഫ്രാക്റ്റീവ് സർഫസ് അല്ല. അപ്പോൾ ഓപ്ഷൻ സി ഐറിസ് ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ടൈപ്പ് ഓഫ് ഗ്ലാൻഡ് ഈസ് മെയ്ബോമിയൻ ഗ്ലാൻഡ്? ഓപ്ഷൻസ് എ സ്വെറ്റ് ഗ്ലാൻഡ്, ബി സെലൈവറി ഗ്ലാൻഡ്, സി സെബേഷ്യസ് ഗ്ലാൻഡ്, ഡി സെറുമിനസ് ഗ്ലാൻഡ്. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി സെബേഷ്യസ് ഗ്ലാൻഡ് ആണ്. മോഡിഫൈഡ് സെബേഷ്യസ് ഗ്ലാൻഡ് ആണ് മെയ്ബോമിയൻ ഗ്ലാൻഡ് എന്ന് പറയുന്നത്. ശ്രദ്ധിക്കേണ്ട കാര്യം, AK ഖുറാനയുടെ അനാട്ടമി ആൻഡ് ഫിസിയോളജി ഓഫ് ഐ എന്ന് പറയുന്ന 3rd എഡിഷൻ്റെ ടെക്സ്റ്റിൽ ഇതിനെ കൊടുത്തിരിക്കുന്നത് മെയ്ബോമിയൻ ഗ്ലാൻഡ് എന്ന് പറയുന്നത് മോഡിഫൈഡ് സ്വെറ്റ് ഗ്ലാൻഡ് ആയിട്ടാണ് അതിൽ പറയുന്നത്. പക്ഷേ അത് തെറ്റാണ്. PSCയുടെ ആൻസർ കീ മോഡിഫൈഡ് സെബേഷ്യസ് ഗ്ലാൻഡ് ആണ്. അതുപോലെ റിവ്യൂ ഓഫ് ഓഫ്താൽമോളജി എന്ന് പറയുന്ന AK ഖുറാനയുടെ തന്നെ 7th എഡിഷനിൽ ഇതിൻ്റെ ആൻസർ മോഡിഫൈഡ് സെബേഷ്യസ് ഗ്ലാൻഡ് ആയിട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ എഴുതേണ്ടത് മോഡിഫൈഡ് സെബേഷ്യസ് ഗ്ലാൻഡ് എന്ന് തന്നെയാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളൂടെ പറയാം. ഈ മെയ്ബോമിയൻ ഗ്ലാൻഡ് എന്ന് പറയുന്നത് ഐലിഡിൻ്റെ ഗ്ലാൻസിൽ വരുന്ന ഒരു മേജർ ഗ്ലാൻഡ് തന്നെയാണ്. അതിൽ ടാർസൽ ഗ്ലാൻഡ് എന്നും അറിയപ്പെടുന്നുണ്ട്. മെയ്ബോമിയൻ ഗ്ലാൻഡിനെ ടാർസൽ ഗ്ലാൻഡ് എന്നും അറിയപ്പെടുന്നുണ്ട്. നമ്മളുടെ ഓരോ ലിഡിലും ഒരു 20 to 30 നമ്പേഴ്സോളം മെയ്ബോമിയൻ ഗ്ലാൻഡ് ഉണ്ട്. ടിയർ ഫിലിമിൻ്റെ ഓയിലി ലെയർ അല്ലെങ്കിൽ ലിപ്പിഡ് ലെയർ സെക്രേറ്റ് ചെയ്യുന്നത് മെയിനായിട്ട് മെയ്ബോമിയൻ ഗ്ലാൻഡിൻ്റെ സെക്രേഷൻ വഴിയാണ്. വേറെ കുറച്ച് ഐലിഡ്സിൻ്റെ ഗ്ലാൻസ് കൂടെ പറയാനുണ്ട്. അതിൽ പെട്ടതാണ് ഗ്ലാൻസ് ഓഫ് സീഡ്സ്, ഗ്ലാൻസ് ഓഫ് മോള്, പിന്നെ ആക്സസറി ലാക്രിമൽ ഗ്ലാൻസ് ഓഫ് വോൾഫ്രിങ്. ഇതൊക്കെ ഇതിൽ ഗ്ലാൻസ് ഓഫ് സീഡ്സും സെബേഷ്യസ് ഗ്ലാൻഡിൻ്റെ മോഡിഫിക്കേഷൻ തന്നെയാണ്. ഗ്ലാൻസ് ഓഫ് മോൾ മാത്രമാണ് സ്വെറ്റ് ഗ്ലാൻഡിൻ്റെ മോഡിഫിക്കേഷനായിട്ട് പറയുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നാസോ ലാക്രിമൽ ഡക്ട് ഓപ്പൺസ് ഇൻ ടു ഓപ്ഷൻസ് സുപ്പീരിയർ മിയാറ്റസ്, കൺജൻറ്റൈവൽ സാക്ക്, മിഡിൽ മിയാറ്റസ് ആൻഡ് ഇൻഫീരിയർ മിയാറ്റസ്. ഇതിൻ്റെ ആൻസർ ഇൻഫീരിയർ മിയാറ്റസ് ആണ്. നാസോ ലാക്രിമൽ ഡക്ട് ഓപ്പൺ ചെയ്യുന്നത് ഇൻഫീരിയർ മിയാറ്റസിലേക്കാണ്.
നാസോ ലാക്രിമൽ ഡക്റ്റുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളൂടെ പറയാം. ഇതിൻ്റെ ലെങ്ത് ഏകദേശം 12 to 24 millimeter ആണ് വരുന്നത്. ഡയാമീറ്റർ എന്ന് പറയുന്നത് 4 to 5 millimeter. അതുപോലെ ഇതിൻ്റെ ഡയറക്ഷൻ ഇടയ്ക്ക് ചോദിക്കാറുണ്ട്. ഫസ്റ്റ് ഇത് ഡയറക്റ്റഡ് ഡൗൺവേർഡ്, പിന്നെ സ്ലൈറ്റ്ലി ഔട്ട്വേർഡ് ആൻഡ് ബാക്ക്വേർഡ്. അതുകൂടെ നോട്ട് ചെയ്യുക. ഡയറക്റ്റഡ് ഡൗൺവേർഡ്, സ്ലൈറ്റ്ലി ഔട്ട്വേർഡ് ആൻഡ് ബാക്ക്വേർഡ്. പിന്നെ ഇൻഫീരിയർ മീറ്റേഴ്സിലേക്കാണ് അത് ഓപ്പൺ ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ വാൽവ് ഓഫ് ഹസ്നർ എന്ന് പറയുന്ന ഒരു വാൽവ് അതിൻ്റെ ലോവർ എൻഡിൽ പ്രസൻ്റ് ആണ്. ഇത്രയും കാര്യങ്ങളൂടെ ഒന്ന് ഓർത്ത് വെക്കുക. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ഫ്ലോർ ഓഫ് ദി ബോണി ഓർബിറ്റ് ഈസ് ഫോംഡ് ബൈ ഓൾ ഓഫ് ദി ഫോളോവിങ് ബോൺസ് എക്സെപ്റ്റ്. ഓപ്ഷൻസ്: ബോഡി ഓഫ് മാക്സില്ല, സൈഗോമാറ്റിക് ബോൺ, പാലറ്റൈൻ ബോൺ, സ്ഫീനോയിഡ് ബോൺ. അതായത് നമ്മുടെ ഓർബിറ്റിൻ്റെ ഫ്ലോറ് ഫോം ചെയ്തിരിക്കുന്ന ബോൺസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അതിൽ പെടാത്ത ബോണാണ് ചോദിച്ചിരിക്കുന്നത്. അതേതാണ്? ഓപ്ഷൻ ഡി, സ്ഫീനോയിഡ് ബോണാണ് ആൻസർ. ബാക്കിയുള്ള ബോഡി ഓഫ് മാക്സില്ല, സൈഗോമാറ്റിക് ബോൺ, പാലറ്റൈൻ ബോൺ, ഈ 3 ബോണും ചേർന്നിട്ടാണ് ഓർബിറ്റിൻ്റെ ഫ്ലോർ ഫോം ചെയ്തിരിക്കുന്നത്. ഓർബിറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളൂടെ പറയാം. നോട്ട് ചെയ്യേണ്ടവർ നോട്ട് ചെയ്ത് വെക്കുക. ഓർബിറ്റിന് മെയിനായിട്ട് 4 വാൾസ് ആണുള്ളത്. മീഡിയൽ വാള്, ലാറ്ററൽ വാള്, സുപ്പീരിയർ വാള് ആൻഡ് ഫ്ലോർ. ഇത് 4ഉമാണ് ഓർബിറ്റിൻ്റെ വാൾസ് എന്ന് പറയുന്നത്. അതിൽ മീഡിയൽ വാള് ഫോം ചെയ്തിരിക്കുന്നത് ഏതൊക്കെ ബോണി സ്ട്രക്ചേഴ്സ് കൊണ്ടാണെന്ന് നോക്കാം. ഫ്രോണ്ടൽ പ്രോസസ് ഓഫ് മാക്സില്ല, ലാക്രിമൽ ബോൺ, ഓർബിറ്റൽ ക്രിബ്രിഫോം പ്ലേറ്റ് ഓഫ് എത്മോയിഡ് ആൻഡ് ബോഡി ഓഫ് സ്ഫീനോയിഡ്. ഈ 4 സ്ട്രക്ചേഴ്സ് കൊണ്ടാണ് മീഡിയൽ വാള് ഫോം ചെയ്തിരിക്കുന്നത്. ഫ്രോണ്ടൽ പ്രോസസ് ഓഫ് മാക്സില്ല, ലാക്രിമൽ ബോൺ, ഓർബിറ്റൽ ക്രിബ്രിഫോം പ്ലേറ്റ് ഓഫ് എത്മോയിഡ് ആൻഡ് ബോഡി ഓഫ് സ്ഫീനോയിഡ്. ഇത് ഓർത്ത് വെക്കുക. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. എന്തായാലും നോട്ട് ചെയ്ത് വെക്കുക. നെക്സ്റ്റ്, ലാറ്ററൽ വാൾ. ലാറ്ററൽ വാള് 2 ബോൺ കൊണ്ടേ ഉള്ളൂ. സൈഗോമാറ്റിക് ബോണും അതുപോലെ ഗ്രേറ്റർ വിങ് ഓഫ് സ്ഫീനോയിഡ്. ഈ 2 ബോണും കൂടിയിട്ടാണ് ലാറ്ററൽ വാള് ഫോം ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ്, സുപ്പീരിയർ വാൾ അല്ലെങ്കിൽ റൂഫ് എന്നും പറയും. അത് 2 ബോൺ കൊണ്ട് തന്നെയാണ്. മേലെയുള്ളതല്ലേ, സുപ്പീരിയർ ഉള്ളതല്ലേ. അപ്പോൾ നമ്മൾ കണ്ണിൻ്റെ പൊസിഷനും ബോൺസൊക്കെ ആയിട്ട് ഒന്ന് ആലോചിച്ച് നോക്കുക. ഓർബിറ്റൽ പ്ലേറ്റ് ഓഫ് ഫ്രോണ്ടൽ ബോൺ, അതുപോലെ ലെസർ വിങ് ഓഫ് സ്ഫീനോയിഡ് ബോണും അതുപോലെ ഫ്രോണ്ടൽ ബോണും, ഈ 2ഉം ചേർന്നാണ് സുപ്പീരിയർ വാൾ ഫോം ചെയ്തിരിക്കുന്നത്. ലാസ്റ്റ് ഫ്ലോർ ഫോം ചെയ്തിരിക്കുന്നത് ഓർബിറ്റൽ സർഫസ് ഓഫ് മാക്സിലറി ബോൺ, ഓർബിറ്റൽ സർഫസ് ഓഫ് സൈഗോമാറ്റിക് ബോൺ, പാലറ്റൈൻ ബോൺ. അപ്പോൾ ഈ എക്സാമിന് ഫ്ലോർ ചോദിച്ചു, ചിലപ്പോൾ അടുത്ത എക്സാമിന് ലാറ്ററൽ വാൾ എങ്ങാനും ആയിരിക്കും ചോദിക്കുക. അപ്പോൾ എല്ലാം പഠിച്ച് വെക്കുക. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദി ഫോളോവിങ് ബ്രാഞ്ചസ് ഓഫ് ഓഫ്താൽമിക് ആർട്ടറീസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്? ഓപ്ഷൻസ്: എ, ലാക്രിമൽ ആർട്ടറി, ബി, സെൻട്രൽ റെറ്റിനൽ ആർട്ടറി, സി, സുപ്രാ ഓർബിറ്റൽ ആർട്ടറി, ഡി, പോസ്റ്റീരിയർ സീലിയറി ആർട്ടറി. ഇതിൻ്റെ ആൻസർ ബി ആണ്. സെൻട്രൽ റെറ്റിനൽ ആർട്ടറി ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആർട്ടറി ആയിട്ട് പറയുന്നത്. ഇത് ഫസ്റ്റ് ഇൻട്രാ ഓർബിറ്റൽ ബ്രാഞ്ച് ഓഫ് ഓഫ്താൽമിക് ആർട്ടറി കൂടെയാണ്. നമ്മൾ കണ്ണിലെ മിക്ക സ്ട്രക്ചേഴ്സിനും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റെറ്റിനയുടെ ഇന്നർ ലെയേഴ്സിനൊക്കെ ഈ സെൻട്രൽ റെറ്റിനൽ ആർട്ടറിയാണ് ബ്ലഡ് സപ്ലൈ കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓൾ ഓഫ് ദി സ്റ്റേറ്റ്മെൻറ്റ്സ് റിഗാർഡിംഗ് കോർണിയ ആർ കറക്റ്റ് എക്സെപ്റ്റ്. ഓപ്ഷൻ എ, ഇറ്റ്സ് റിഫ്രാക്റ്റീവ് പവർ ഈസ് ലെസ് ദാൻ ദാറ്റ് ഓഫ് ലെൻസ്. ബി, ഇറ്റ് ഈസ് സപ്ലൈഡ് ബൈ ട്രൈജെമിനൽ നെർവ്. സി, ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 5 layers. D, it forms the anterior 1/6 of the outer coat of the eyeball. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. അതെന്തായാലും തെറ്റാണ്. കാരണം എന്താണ്? നമ്മളുടെ കോർണിയയുടെ റിഫ്രാക്റ്റീവ് പവർ എന്ന് പറയുന്നത് ലെൻസിനേക്കാൾ എത്രയോ കൂടുതലാണ്. ലെൻസിൻ്റെത് അപ്രോക്സിമേറ്റ് ആയിട്ട് പറയുന്നത് 17 diopter ആണ്. പക്ഷേ കോർണിയയുടെ അതേ സ്ഥലത്ത് പറയുന്നത് 43 diopter ആണ്. അപ്പോൾ അതെന്തായാലും ആ സ്റ്റേറ്റ്മെൻറ്റ് റോങ് ആണ്. ബാക്കിയുള്ള ഓപ്ഷൻസ് കൂടെ ഒന്ന് നോക്കാം. ഇറ്റ് ഈസ് സപ്ലൈഡ് ബൈ ട്രൈജെമിനൽ നെർവ്. ശരിയല്ലേ? 5th നെർവായിട്ടുള്ള ട്രൈജെമിനൽ നെർവാണ് കോർണിയക്ക് സപ്ലൈ ചെയ്യുന്നത്. ഓപ്ഷൻ സി എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 5 layers. നമ്മൾ കുറേ പേര് ഇതാണ് ആൻസർ എഴുതിയത്. പക്ഷേ ഇതിനേക്കാൾ കൂടുതൽ അക്യുറേറ്റ് ആയിട്ടുള്ളത് എ ആണ്. അപ്പോൾ അത് തന്നെയാണ് നമ്മൾ ആൻസർ വരിക. അതായത് കോർണിയക്ക് 5 layers ഉണ്ടെന്ന് നമ്മൾ പറയുന്നുണ്ട്. അത് കൂടാണ്ട് ഒരു എക്സ്ട്രാ ലെയർ ആയിട്ടുള്ള ദുവാസ് ലെയർ കൂടെ നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ പലരും 6 layers ഉണ്ട്, അപ്പോൾ ഇത് തെറ്റല്ലേ എന്ന് ചോദിക്കാം. പക്ഷേ തെറ്റാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കോർണിയക്ക് 5 layers ആണ് നമ്മൾ പണ്ട് മുതലേ പറഞ്ഞിരുന്നത്. പിന്നീടാണ് ആ 6th layer കണ്ടുപിടിച്ചത്. അപ്പോൾ അതൊരു എക്സ്ട്രാ ലെയർ ആയിട്ടും കണക്കാക്കാം. അപ്പോൾ ഇതിനേക്കാൾ കൂടുതൽ തെറ്റായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ഓപ്ഷൻ എ തന്നെ അവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഓപ്ഷൻ സി പോയി കുത്തേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ് ഓപ്ഷൻ ഡി എന്താണ് പറയുന്നത്? ഇറ്റ് ഫോംസ് ദി ആൻറ്റീരിയർ 1/6 ഓഫ് ദി ഔട്ടർ കോട്ട് ഓഫ് ദി ഐബോൾ. ശരിയാണല്ലോ.
ബാക്കിയുള്ള സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ കറക്റ്റാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഓൾ ഓഫ് ദി ഫോളോവിങ് ആർ ആക്ഷൻസ് ഓഫ് സുപ്പീരിയർ റെക്ടസ് മസിൽ എക്സെപ്റ്റ്. ഓപ്ഷൻസ്: എ എലിവേഷൻ, ബി ഇൻഡോഷൻ, സി അഡക്ഷൻ, ഡി അബ്ഡക്ഷൻ. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി അബ്ഡക്ഷൻ ആണ്. ബാക്കി എലിവേഷൻ, ഇൻഡോഷൻ, അഡക്ഷൻ ഇതൊക്കെ സുപ്പീരിയർ റെക്ടസിൻ്റെ ഫങ്ഷൻസ് ആണ്. നമുക്ക് ഈ മസിൽസിൻ്റെ ഫങ്ഷൻസ് പ്രൈമറി, സെക്കൻഡറി, ടെർഷറി അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അതിൻ്റെ ആക്ഷൻസ്. അത് നമുക്ക് നോക്കി നോക്കാം. ഫസ്റ്റ്, മീഡിയൽ റെക്ടസ്. മീഡിയൽ റെക്ടസിൻ്റെ ഫംഗ്ഷൻ എന്താണ്? പ്രൈമറി ഫംഗ്ഷൻ എന്ന് പറയുന്നത് അഡക്ഷൻ ആണ്. ലാറ്ററൽ റെക്ടസിൻ്റെ അബ്ഡക്ഷൻ. ഈ മീഡിയൽ റെക്ടസിനും ലാറ്ററൽ റെക്ടസിനും പ്രൈമറി ഫംഗ്ഷൻസ് മാത്രമേ ഉള്ളൂ, സെക്കൻഡറിയും ടെർഷറിയും ഒന്നുമില്ല. അഡക്ഷൻ എന്ന് പറയുമ്പോൾ മീഡിയൽ സൈഡിലേക്കുള്ള മൂവ്മെൻറ്റ്സിന് മീഡിയൽ റെക്ടസ് ഹെൽപ്പ് ചെയ്യുന്നു. ലാറ്ററൽ റെക്ടസ് ആകുമ്പോൾ അബ്ഡക്ഷൻ എന്ന് പറയുമ്പോൾ ലാറ്ററൽ സൈഡിലേക്കുള്ള മൂവ്മെൻറ്റ്. ഈ രണ്ട് മൂവ്മെൻറ്റ്സിൽ മാത്രമേ ഉള്ളൂ ഇവരുടെ ആക്ഷൻ വരുന്നത്. നെക്സ്റ്റ്, സുപ്പീരിയർ റെക്ടസ്. സുപ്പീരിയർ റെക്ടസ് എന്ന് പറയുമ്പോൾ പ്രൈമറി ആക്ഷനായിട്ട് എലിവേഷൻ, പിന്നെ സെക്കൻഡറി ആയിട്ട് ഇൻഡോഷൻ, പിന്നെ അഡക്ഷൻ. അതിൽ എലിവേഷൻ എന്ന് പറയുമ്പോൾ അപ്വേർഡ് മൂവ്മെൻ്റ് ആണ്. ഇൻഡോഷൻ എന്ന് പറയുന്നത് ഇൻസൈക്ലോഡക്ഷൻ എന്നും കൂടെ പറയും. അതായത് നമ്മൾ കണ്ണിൻ്റെ ഇൻവേർഡ് ഡയറക്ഷനിലേക്കുള്ള ഒരു റൊട്ടേറ്ററി മൂവ്മെൻ്റ് ആണ് ഇൻഡോഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സുപ്പീരിയർ റെക്ടസിൻ്റെ സെക്കൻഡറി ഫംഗ്ഷൻ ചോദിച്ചാൽ ഇൻഡോഷനാണ്. ഇനി ടെർഷറി ഫംഗ്ഷൻ ചോദിച്ചാൽ അഡക്ഷൻ. ഇനി ഇൻഫീരിയർ റെക്ടസ് എടുക്കുകയാണെങ്കിൽ പ്രൈമറി ഫംഗ്ഷൻ ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ ഡൗൺവേർഡ് മൂവ്മെൻറ്റ്, വെർട്ടിക്കലി ഉള്ള ഡൗൺവേർഡ് മൂവ്മെൻറ്റ്. പിന്നെ സെക്കൻഡറി ഫംഗ്ഷൻ എടുത്താൽ എക്സ്റ്റോഷൻ എന്ന് പറയുമ്പോൾ അതൊരു റൊട്ടേറ്ററി മൂവ്മെൻ്റ് ആണ്. ഔട്ട്വേർഡ് ഡയറക്ഷനിലേക്കുള്ള റൊട്ടേറ്ററി മൂവ്മെൻറ്റിനെയാണ് നമ്മൾ എക്സ്റ്റോഷൻ എന്ന് പറയുന്നത്. പിന്നെ ടെർഷറി ഫംഗ്ഷൻ അഡക്ഷൻ തന്നെ. പിന്നെ അടുത്തത് ഒബ്ലിക് മസിൽസ് ആണ്, സുപ്പീരിയർ ഒബ്ലിക്കും ഇൻഫീരിയർ ഒബ്ലിക്കും. അതിൽ സുപ്പീരിയർ ഒബ്ലിക്കിൻ്റെത് ഫസ്റ്റ് പ്രൈമറി ഫംഗ്ഷനായിട്ട് ഇൻഡോഷൻ വരുന്നു, പിന്നെ സെക്കൻഡറി ഫംഗ്ഷനായിട്ട് ഡിപ്രഷൻ, ടെർഷറി ഫംഗ്ഷനായിട്ട് അബ്ഡക്ഷൻ. ഇൻഫീരിയർ ഒബ്ലിക്ക് ആണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് എക്സ്റ്റോഷൻ പ്രൈമറി ഫംഗ്ഷൻ, സെക്കൻഡറി ഫംഗ്ഷൻ എലിവേഷൻ, ടെർഷറി ഫംഗ്ഷൻ അബ്ഡക്ഷൻ. ഇത് പഠിക്കാൻ വേണ്ടി ഒരു കോഡൊക്കെ ഇട്ടിരുന്നു, സിനാർഡ് എന്ന് പറഞ്ഞിട്ട്, SINRAD. അതായത് സുപ്പീരിയേഴ്സ് ആർ ഇൻഡോട്ടേഴ്സ് ആൻഡ് റെക്ടേഴ്സ് ആർ അഡക്ടേഴ്സ്. അത് എക്സെപ്റ്റ് ലാറ്ററൽ റെക്ടസ് ആണ്. സുപ്പീരിയേഴ്സ് ആർ ഇൻഡോട്ടേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് സുപ്പീരിയർ റെക്ടസ് ആണെങ്കിലും സുപ്പീരിയർ ഒബ്ലിക്ക് ഒക്കെ ആണെങ്കിലും അതിൻ്റെ ഫംഗ്ഷനിൽ ആക്ഷനിൽ ഇൻഡോഷൻ വരും. എന്ന് വെച്ചാൽ പ്രൈമറി ആക്ഷൻ ആണെന്നോ സെക്കൻഡറി ആക്ഷൻ ആണെന്നോ സ്പെസിഫിക് ആയിട്ട് പറയുന്നില്ല, നമ്മൾ പഠിക്കണം, ജസ്റ്റ് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അതിൽ RAD എന്ന് പറയുന്നത് എല്ലാ റെക്ടേഴ്സും എന്താണ്, അഡക്ടേഴ്സ് ആണെന്നാണ് പറയുന്നത്. ഇത് ഫസ്റ്റിൽ നമ്മൾ മീഡിയൽ റെക്ടേഴ്സും ലാറ്ററൽ റെക്ടേഴ്സും, അതിനെ ഒഴിച്ച് ബാക്കിയുള്ളവർക്കാണ് നമ്മൾ ഈ കോഡ് ഇട്ടിരിക്കുന്നത്. മീഡിയൽ റെക്ടസും ലാറ്ററൽ റെക്ടസും നമ്മൾ എന്തായാലും ഓർത്തിരിക്കുമല്ലോ അതിൻ്റെ ആക്ഷൻ, കാരണം ആകെ 2 ആക്ഷനേ ഉള്ളൂ. മീഡിയൽ എന്ന് പറയുമ്പോൾ അഡക്ഷൻ എന്ന് പറയുമ്പോൾ അടുത്തേക്ക് ആലോചിക്കുക, അപ്പോൾ മീഡിയൽ റെക്ടസ് എന്ന് പറയുമ്പോൾ അഡക്ഷൻ ഓർക്കും. ലാറ്ററൽ റെക്ടസ് എന്ന് വെച്ചാൽ ലാറ്ററൽ സൈഡിലേക്ക്, അതായത് അബ്ഡക്ഷൻ, അങ്ങോട്ട് ദൂരത്തേക്ക്, അങ്ങനെ ആലോചിക്കാം. അപ്പോൾ ഓരോ മസിൽസിൻ്റെയും പ്രൈമറി, സെക്കൻഡറി, ടെർഷറി ആക്ഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ശ്രദ്ധിച്ച് നോക്കി വെക്കുക, മനസ്സിലാക്കി വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെലക്ട് ദി ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് അബൌട്ട് ദി സീലിയറി ഗാംഗ്ലിയോൺ. Option A, it lies between optic nerve and medial rectus muscle near the apex of the orbit. B, it is topographically connected to nasociliary nerve. C, it is functionally connected to oculomotor nerve. D, short ciliary nerves arising from the ganglion supply ciliary muscle and sphincter pupillae. ഈ ഒരു ക്വസ്റ്റ്യൻ കുറച്ച് ടഫ് തന്നെ ആയിരുന്നു. അതായത് നമ്മളാരും കൂടുതലായിട്ട് ഡീപ്പായിട്ട് വായിക്കാത്ത ഒരു ഏരിയയിൽ നിന്ന് തന്നെയാണ് ഇത് വന്നത്. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ A ആണ്. ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ് ചോദിച്ചത്. അതിൽ ഒപ്റ്റിക് നെർവിൻ്റെയും മീഡിയൽ റെക്ടസിൻ്റെയും ഇടയിലായിട്ടാണ് എന്നാണ് പറഞ്ഞത്. പക്ഷേ അങ്ങനെയല്ല, കറക്റ്റ് ആയിട്ടുള്ളത് ഒപ്റ്റിക് നെർവിൻ്റെയും അതുപോലെ ലാറ്ററൽ റെക്ടസിൻ്റെയും ഇടയിലായിട്ടാണ് സിലിയറി ഗാംഗ്ലിയോണിൻ്റെ പൊസിഷൻ. ഇതാണ് കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. പക്ഷേ ഇവിടെ മീഡിയൽ റെക്ടസ് തന്നതുകൊണ്ട് തന്നെ റോങ് ആണ്. ബാക്കിയുള്ള എല്ലാ സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് പാരസൈറ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ഒക്യുലാർ ഇൻഫെക്ഷൻ ഇൻ കോണ്ടാക്ട് ലെൻസ് യൂസേഴ്സ്? ഓപ്ഷൻസ്: അക്കാന്തമീബ, ട്രിപ്പാനോസോമ, ടോക്സോപ്ലാസ്മ, ലേഷ്മാനിയ. ആൻസർ അക്കാന്തമീബ. ഇതിൽ വലിയ സംശയമൊന്നും ആർക്കും ഉണ്ടായിട്ടുണ്ടാവില്ല. കോണ്ടാക്ട് ലെൻസിൻ്റെ യൂസേഴ്സിൽ ഏറ്റവും കൂടുതൽ ഇൻഫെക്ഷന് കാരണമാവുന്നത് അക്കാന്തമീബ തന്നെയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഓൾ ദി ഫോളോവിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് റിഗാർഡിംഗ് സൈറ്റോമെഗാലോവൈറസ് റെറ്റിനൈറ്റിസ് ആർ ട്രൂ എക്സെപ്റ്റ്. ഓപ്ഷൻസ്: മോസ്റ്റ് ഫ്രീക്വൻറ്റ് ഒക്കുലാർ ഓപ്പർച്യൂണിറ്റിക് ഇൻഫെക്ഷൻ ഇൻ patients with AIDS. B, occurs when CD4
T cell count is greater than 500 cells per millimeter cube. C. Associated with decreased vision and floaters in one or both eyes. D. Complications include retinal detachment and optic nerve disease. ഇതിൻ്റെ ആൻസർ ഇതിൽ ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. ഇതിൽ പറഞ്ഞത് എന്താണ്? ഒക്കേഴ്സ് വെൻ CD4 T cell count is greater than 500 cells per millimeter cube എന്നാണ് പറഞ്ഞത്. പക്ഷേ അത് തെറ്റാണ്. ലെസ് ദാൻ 50 cells per millimeter cube ആണ് അവിടെ ആൻസർ വരിക. അതായത് CD4 T cell count ലെസ് ദാൻ 50 cells per millimeter cube ആകുന്നതാണ് സൈറ്റോമെഗാലോ വൈറസ് റെറ്റിനൈറ്റിസിൻ്റെ ഒരു സൈനായിട്ട് വരുന്നത്. ഈ ഒരു ക്വസ്റ്റ്യനും കുറച്ച് ടഫായിട്ട് വന്നു തന്നെയാണ്. ഇതിൽ സൈറ്റോമെഗാലോ വൈറസ് റെറ്റിനൈറ്റിസിനെ കുറിച്ച് ടെക്സ്റ്റിലാകെ കുറച്ച് കാര്യങ്ങളേ പറയുന്നുള്ളൂ. ഇതൊരു സോസ്റ്റർ റെറ്റിനൈറ്റിസ് എന്ന് ഇതിനെ അറിയപ്പെടുന്നുണ്ട്. അതുപോലെ പ്രോഗ്രസീവ് ഔട്ടർ റെറ്റിനൽ നെക്രോസിസ് ഇതിൽ വരുന്നുണ്ട്. പിന്നെ മെയിനായിട്ട് ഇതിൽ പറയുന്നത് ഇത് എയ്ഡ്സ് പേഷ്യൻറ്റുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുള്ളൂ. ഈ സെൽസിൻ്റെ കൗണ്ടിൻ്റെ കാര്യമൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ നമ്മൾ കുറച്ചൊക്കെ നമ്മൾ ഇത് നോക്കി ഓപ്ഷൻസ് എലിമിനേഷൻ ടെക്നിക്കൊക്കെ വഴി നമുക്ക് ഓപ്ഷൻ ബി ആണ് ആൻസർ എന്നുള്ളതിലേക്ക് എത്താം. അതായത് എയ്ഡ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണെന്നുള്ളത് ടെക്സ്റ്റിലുണ്ട്. പിന്നെ അതുപോലെ എന്തായാലും ഇത് വരുമ്പോൾ റെറ്റിനൈറ്റിസ് ആണ്. അപ്പോൾ എന്തായാലും വിഷൻ കുറയും, ഫ്ലോട്ടേഴ്സ് ഉണ്ടാവാനുള്ള ചാൻസും ഉണ്ട്. പിന്നെ റെറ്റിനൽ ഡിറ്റാച്ച്മെൻ്റ് ഒക്കെ കോംപ്ലിക്കേഷനായിട്ട് വരാം. അങ്ങനെയൊക്കെ നമുക്ക് ഊഹിച്ചിട്ട് ആൻസറിലേക്ക് എത്താം. പക്ഷേ നമുക്ക് വേറെയുള്ള ഓപ്ഷനായിട്ടൊന്നും യാതൊരു ബന്ധമില്ല, ഒന്നും അറിയില്ല എന്നുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്ത് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകുന്നതാണ് ഏറ്റവും സേഫ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മൾട്ടിപ്പിൾ pearly white wart-like umbilicated lesions over eyelid are caused by options A. adenovirus, B. enterovirus, C. herpes simplex virus, D. molluscum contagiosum virus. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. മൊളസ്കം കണ്ടേജിയസും വൈറസ് ആണ്. ഇത് ടെക്സ്റ്റ് ബുക്കിൽ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഐലിഡ് ഇൻഫെക്ഷൻസിൽ വൈറസ് കോസ് ചെയ്യുന്നത് മൊളസ്കം കണ്ടേജിയ മാത്രമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത് ടെക്സ്റ്റിൽ. അത് പോക്സ് വൈറസ് ആണ് ഇത് കോസ് ചെയ്യുന്നത്. അതുപോലെ ഇതിൻ്റെ ലീഷനായിട്ട് ടിപ്പിക്കൽ ലീഷൻസ് ആർ മൾട്ടിപ്പിൾ പെയിൽ വാക്സി അംബ്ലിക്കേറ്റഡ് സ്വെല്ലിംഗ് സ്കാറ്റേഡ് ഓവർ ദി സ്കിൻ നിയർ ദി ലിഡ് മാർജിൻ. ആ ഒരു സെൻറ്റൻസ് തന്നെ ടെക്സ്റ്റിൽ എടുത്ത് പറയുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ കോംപ്ലിക്കേഷനായിട്ട് വരുന്നതാണ് ക്രോണിക് ഫോളിക്കുലാർ കൺജക്റ്റിവൈറ്റിസ്, അതുപോലെ സൂപ്പർഫിഷ്യൽ കെരാറ്റൈറ്റിസ്. ഇതൊക്കെ ഇതിൻ്റെ കോംപ്ലിക്കേഷൻസിൽ വരുന്നതാണ്. ഇതിൻ്റെ ട്രീറ്റ്മെൻ്റ് ആയിട്ട് പറയുന്നത് സ്കിൻ ലീഷൻസിനെ നമ്മൾ ഇൻസൈസ് ചെയ്യുക, അതല്ലെങ്കിൽ ഇൻറ്റീരിയർ കാത്തറ്ററൈസേഷൻ ചെയ്യണം. എന്ത് വെച്ചിട്ട്? ടിങ്ചർ ഓഫ് അയഡിൻ അല്ലെങ്കിൽ പ്യുവർ കാർബോളിക് ആസിഡ് വെച്ചിട്ട്. ടെക്സ്റ്റിലുള്ള അതേ സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോവിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ട്രൂ റിഗാർഡിംഗ് ക്ലാമിഡിയ ട്രക്കോമാറ്റിസ്? ഓപ്ഷൻസ് എ Chlamydia trachomatis serotypes A, B, BA and C causes inclusion conjunctivitis affecting both adults and newborn. Option B, Chlamydia trachomatis serotypes DK causes follicular conjunctivitis called trachoma. C trachomatis is more common cause of ophthalmia neonatorum than gonococcus. Option D, trachoma is commonly seen in adults. ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ ക്വസ്റ്റ്യൻ നേരെ നോക്കുക, ട്രൂ ആണോ അതോ ഫോൾസ് ആണോ എന്ന് നേരെ നോക്കണം. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ് വരുന്നത്. ക്ലാമിഡിയ ട്രക്കോമാറ്റിസ് ഈസ് മോർ കോമൺ കോസ് ഓഫ് ഓഫ്താൽമിയ നിയോനാറ്റോറം ദാൻ ഗോണോകോക്കസ്. ഈ ഒരു ടോപ്പിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ട്രക്കോമ എന്ന് പറയുന്നത്. നമ്മുടെ ടെക്സ്റ്റിൽ ഒരുപാട് കാര്യങ്ങൾ ട്രക്കോമനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇതിൽ ഈ കാര്യങ്ങളൊക്കെ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് തന്നെ നമ്മൾ ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഇതിൽ ഫസ്റ്റ് ഓപ്ഷൻ്റെ മിസ്റ്റേക്ക് എന്താണ്? ട്രക്കോമാറ്റിസ് സെറോടൈപ്സ് എ, ബി, ബി, എ ആൻഡ് സി കോസസ് ഇൻക്ലൂഷൻ കൺജക്റ്റിവൈറ്റിസ് അല്ല. അതുണ്ടാക്കുന്നത് ഹൈപ്പർ എൻറ്റിമിക് അല്ലെങ്കിൽ ബ്ലൈൻഡിങ് ട്രക്കോമയാണ് സെറോടൈപ്സ് എ, ബി, ബി, എ ആൻഡ് സി കോസ് ചെയ്യുന്നത്. ആൻഡ് ഓപ്ഷൻ ബി വരുമ്പോൾ ഓപ്ഷൻ ബിയിൽ എന്താണ്? ഡി കെ കോസസ് ഫോളിക്കുലാർ കൺജക്റ്റിവൈറ്റിസ് എന്നാണ് പറഞ്ഞത്. അല്ല, ഡി കെ കോസ് ചെയ്യുന്നത് ഇൻക്ലൂഷൻ കൺജക്റ്റിവൈറ്റിസ് ആണ്. പിന്നെ ഓപ്ഷൻ ഡി പറഞ്ഞത് ട്രക്കോമ കൂടുതലും കാണുന്നത് അഡൾട്ട്സിലാണെന്നാണ്. അഡൾട്ട്സിലല്ല, ശരിയായിട്ടുള്ള ആൻസർ ചിൽഡ്രൻസിലാണ് ട്രക്കോമ കൂടുതലായിട്ട് കാണുന്നത്. അപ്പോൾ ഓപ്ഷൻ സി മാത്രമാണ് ഇവിടെ ശരിയായിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മൈക്കോട്ടിക് കെരാറ്റൈറ്റിസ് ഈസ് മോസ്റ്റ് കോമൺലി കോസ്ഡ് ബൈ? ഓപ്ഷൻസ് എ ആസ്പെർഗില്ലസ്, ബി കാൻഡിഡ, സി ഫ്യൂസാരിയം, ഡി പെനിസിലിയം. ഇതിൻ്റെ ആൻസർ ആസ്പെർഗില്ലസ് ആണ്.
നമ്മൾ ബാക്കിയുള്ള 3 ഓപ്ഷൻസും ടെക്സ്റ്റിൽ പറയുന്നത് തന്നെയാണ്. ആസ്പെർഗില്ലസും കാൻഡിഡയും ഫിസേറിയും ഒക്കെ മൈക്കോട്ടിക് കെരാറ്റൈറ്റിസ് കോസ് ചെയ്യും. അതായത് മൈക്കോട്ടിക് കെരാറ്റൈറ്റിസ് എന്ന് വെച്ചാൽ എന്താണ്? ഫംഗസ് കാരണം കൊണ്ടുള്ള കെരാറ്റൈറ്റിസ്. അപ്പോൾ ഇത് 3ഉം കോസ് ചെയ്യും. പക്ഷേ ഇതിൽ ഏറ്റവും കൂടുതലായിട്ടുള്ളതാണ് നമ്മൾ ചോദിച്ചത്. അത് ആസ്പെർഗില്ലസ് ആണ് ആൻസർ വരിക. കോംപ്രഹെൻസീവ് ഒഫ്താൽമോളജി എന്ന് പറയുന്ന എ.കെ. ഖുറാനയുടെ ടെക്സ്റ്റിൽ ഇത് കറക്റ്റ് കൊടുത്തിട്ടുണ്ട്. ആസ്പെർഗില്ലസിൻ്റെ അവിടെ മോസ്റ്റ് കോമൺ എന്ന് ബ്രാക്കറ്റിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളതൊക്കെ ഉണ്ട്, അതിൽ ഏറ്റവും കോമൺ ഇത് തന്നെയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, all the following are true regarding chocolate agar except options A. Enriched medium made by heating a mixture of sheep blood and nutrient agar. B. Contains X and V factors. C. Used to grow fastidious organisms. D. Can indicate the degree of hemolysis caused by hemolysin. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. ക്യാൻ ഇൻഡിക്കേറ്റ് ദി ഡിഗ്രി ഓഫ് ഹീമോലൈസിസ് കോസ്ഡ് ബൈ ഹീമോലൈസിൻ. ഈ സ്റ്റേറ്റ്മെൻറ്റ് റോങ് ആണ്. ഈ ഒരു ക്വസ്റ്റ്യനും കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു. അതായത് ആരും കൂടുതൽ വായിക്കാത്ത ഏരിയയിൽ നിന്ന് വന്നതാണ്. ബാക്കിയുള്ള ഓപ്ഷൻസൊക്കെ ചോക്ലേറ്റ് അഗറിൻ്റെ ഫംഗ്ഷൻ തന്നെയാണ്, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. എന്നാൽ ഈ ഡിഗ്രി ഓഫ് ഹീമോലൈസിസ് കോസ്ഡ് ബൈ ഹീമോലൈസിൻ അതിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ചോക്ലേറ്റ് അഗർ അല്ല, അത് ബ്ലഡ് അഗർ ആണ്. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓർഗാനിസം classically causes epidemics of mucopurulent conjunctivitis, especially in semi-tropical countries? Options A. Haemophilus aegypticus, B. Staphylococcus aureus, C. Corynebacterium diphtheriae, D. Moraxella lacunata. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. ഹീമോഫീലസ് ഈജിപ്റ്റിക്കസ് ആണ്. കുറേ പേര് സ്റ്റെഫൈലോക്കസ് ഓറിയസ് എഴുതിയിട്ടുണ്ടായിരുന്നു. പക്ഷേ സ്റ്റെഫൈലോക്കസ് ഓറിയസ് എന്ന് പറയുന്നത് മോസ്റ്റ് കോമൺ കോസ് ഓഫ് ബാക്ടീരിയൽ കൺജക്റ്റിവൈറ്റീസ് ആൻഡ് ബ്ലിഫറോ കൺജക്റ്റിവൈറ്റീസ് ആണ്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് എപ്പിഡമിക്സ് ഓഫ് മ്യൂക്കോപുർലൻറ്റ് കൺജക്റ്റിവൈറ്റീസ്, റെഡ് ഐക്ക് കോസ് ചെയ്യുന്നതാണ് ചോദിച്ചിട്ടുള്ളത്. റെഡ് ഐ കോസ് ചെയ്യുന്നത് ഹീമോഫീലസ് ഈജിപ്റ്റിക്കസ് തന്നെയാണ്. പിന്നെ കൊറോണിബാക്ടീരിയം ഡിഫ്തീരിയ കോസ് ചെയ്യുന്നതാണ് അക്യൂട്ട് മെംബ്രാനിയസ് കൺജക്റ്റിവൈറ്റിസ്. ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊക്കെ എ.കെ. ഖുറാനേൻ്റെ റിവ്യൂ ഓഫ് ഒഫ്താൽമോളജി എന്ന് പറഞ്ഞ ടെക്സ്റ്റിൽ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് ആൻ എത്തിയോളജിക്കൽ ഏജൻറ്റ് ഓഫ് കോറിയോറെറ്റിനൈറ്റിസ്? ഓപ്ഷൻസ് എ. സൈറ്റോമെഗാലോ വൈറസ്, ബി. ടോക്സോപ്ലാസ്മ ഗോണ്ടൈ, സി. ടോക്സോക്യാര ക്യാനിസ്, ഡി. ഓൾ ഓഫ് ദ എബോ. ഇതിൻ്റെ ആൻസർ എന്താണ്? കോറിയോറെറ്റിനൈസ് കോസ് ചെയ്യുന്നതാണ് ഇവയെല്ലാം. സൈറ്റോമെഗാലോ വൈറസും ടോക്സോപ്ലാസ്മ ഗോണ്ടിയും ടോക്സോക്യാര ക്യാനിസും ഇവയെല്ലാം കോറിയോറെറ്റിനൈറ്റിസിൻ്റെ ഇത്തിയോളജിക്കൽ ഏജൻറ്റുകൾ തന്നെയാണ്. അപ്പോൾ ആൻസർ ഓപ്ഷൻ ഡി, ഓൾ ഓഫ് ദി എബോ ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓർഗാനിസം ക്യാൻ റെഡിലി ഇൻവാഡ് ഇൻഡാക്റ്റ് കോർണൽ എപ്പിത്തീലിയം? ഓപ്ഷൻസ് നെയ്സീരിയ ഗൊണേറിയ, കൊറോണിബാക്ടീരിയം ഡിഫ്തീരിയ, സ്റ്റെഫൈലോകോക്കസ് ഓറിയസ്. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. ബോത്ത് എ ആൻഡ് ബി. നെയ്സീരിയ ഗൊണേറിയയും അതുപോലെ കൊറോണിബാക്ടീരിയം ഡിഫ്തീരിയം, ഇവർക്ക് രണ്ടാൾക്കും നമ്മളുടെ കോർണൽ എപ്പിത്തീലിയത്തിന് ഭയങ്കര ഇൻഡാക്റ്റ് ആയിട്ട് ഇൻവേഡ് ചെയ്യാനുള്ള കഴിവുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ടിപ്പിക്കൽ അപ്പിയറൻസ് ഓഫ് സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയെ ഇൻ ഗ്രാം സ്റ്റെയിനീസ്? ഓപ്ഷൻ എ. ഗ്രാം പോസിറ്റീവ് ഡിപ്ലോകോക്കൈ ബിയറിംഗ് ഫ്ലെയിം ഷേപ്ഡ് ഓർ ലാൻസിയോലൈറ്റ് അപ്പിയറൻസ്, ബി. ഗ്രാം പോസിറ്റീവ് കോക്കൈ ഇൻ ക്ലസ്റ്റേഴ്സ്, സി. ഗ്രാം പോസിറ്റീവ് ബാസിലൈ വിത്ത് ഡ്രംസ്റ്റിക് അപ്പിയറൻസ്, ഡി. ഗ്രാം നെഗറ്റീവ് ബാസിലൈ ഇൻ സ്കാറ്റേർഡ് അറേഞ്ച്മെൻറ്റ്. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. ഗ്രാം പോസിറ്റീവ് ഡിപ്ലോകോക്കൈ ബിയറിംഗ് ഫ്ലെയിം ഷേപ്ഡ് ഓർ ലാൻസിയോലൈറ്റ് അപ്പിയറൻസ്. ഇതാണ് ഇതിൻ്റെ ആൻസർ. ഈ ഒരു ക്വസ്റ്റ്യനും കുറച്ച് ഡിഫിക്കൽട്ടായിരുന്നു. ഇത് നമ്മുടെ സിലബസിലെ മൈക്രോബയോളജി എന്ന് പറയുന്ന ഭാഗത്തു നിന്ന് വന്നതാണ്. നമ്മൾ ഒരുപാട് ഇൻഫെക്ഷൻസ് നമ്മൾ ബാക്ടീരിയലും അതുപോലെ വൈറലും ഫംഗലൊക്കെ പഠിക്കുന്നുണ്ട്. അപ്പോൾ ആ ഡിസീസൊക്കെ കോസ് ചെയ്യുന്ന ഓർഗാനിസത്തെക്കുറിച്ചും നമുക്ക് ചെറിയൊരു ഐഡിയ ഉണ്ടായിരിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ക്വസ്റ്റ്യനൊക്കെ നമ്മൾ സിലബസ് വൈസ് ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഭാഗത്തുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഡിസീസ് കോസിങ് ഓർഗാനിസത്തെക്കുറിച്ചൊക്കെ ചെറിയൊരു ഐഡിയ എല്ലാത്തിനെക്കുറിച്ചിട്ടും തരാൻ നോക്കാം. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദി സൈറ്റ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് അക്വസ് ഹ്യൂമർ? ഓപ്ഷൻ ഐറിസ്, സീലറി ബോഡി, കോർണിയ, ഫോവിയ. ഇതിലാർക്കും ഡൗട്ടൊന്നും ഉണ്ടായിട്ടുണ്ടാവില്ല. ഓപ്ഷൻ ബി സീലറി ബോഡിയാണ് അക്വസ് ഹ്യൂമറിൻ്റെ പ്രൊഡക്ഷൻ സൈറ്റ്. സിലറി ബോഡിയിലുള്ള സിലറി പ്രോസസ്സും സിലറി എപ്പിത്തീലിയത്തിലുള്ള സിലറി പ്രോസസ്സാണ് അക്വസ് ഹ്യൂമറിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് നോർമൽ ഇൻട്രാ ഓക്കുലാർ പ്രഷർ ഈസ്? ഓപ്ഷൻസ് എ 55 to 60 mm Hg,
ബി 40 to 50 millimeter Hg, സി 30 to 35 millimeter Hg, ഡി 10 to 20 millimeter Hg. ഇതിലാർക്കും സംശയമൊന്നും ഉണ്ടായിട്ടുണ്ടാവില്ല. ഓപ്ഷൻ ഡി 10 to 20 millimeter Hg ആണ് നമ്മുടെ നോർമൽ ഇൻട്രാഒക്കുലർ പ്രഷർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോവിങ് ഈസ് false about optic disc? Options A, contains no visual receptors. B, the site where optic nerve leaves the retina. C, the point where visual acuity is greatest. D, corresponds to blind spot in visual field. ഇതിൻ്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ സി, ദ പോയിന്റ് വേർ വിഷ്വൽ അക്യൂരിറ്റി ഈസ് ഗ്രേറ്റസ്റ്റ്. ഇതാണ് റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. ബാക്കിയെല്ലാം കറക്റ്റാണ്. ഒപ്റ്റിക് ഡിസ്കിൻ്റെ പ്രത്യേകത എന്താ? അവിടെ വിഷ്വൽ റിസെപ്റ്റേഴ്സ് ഒന്നും ഉണ്ടാവില്ല. ഒപ്റ്റിക് ഡിസ്കിൻ്റെ ആ ഭാഗത്തിനെ തന്നെയാണ് നമ്മൾ ബ്ലൈൻഡ് സ്പോട്ട് എന്ന് പറയുന്നത്. അതുപോലെ അവിടെ ആ ഒരു ഭാഗത്ത് വെച്ചാണ് നമ്മൾ ഒപ്റ്റിക് നെർവ് റെറ്റിനയിൽ നിന്ന് ബാക്കോട്ട് പോകുന്നത്, ലീവ് ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയുന്നതായിരിക്കും. നമ്മൾ ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്യുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദി ഫോളോവിങ് ഈസ് നോട്ട് എ റെസ്പോൺസ് ഇൻ അക്കോമഡേഷൻ റിഫ്ലെക്സ്? ഓപ്ഷൻസ് എ, വിഷ്വൽ ആക്സിസ് കൺവേർജ്, പ്യൂപ്പിൾ ഡയലേറ്റ്സ്, കർവേച്ചർ ഓഫ് ലെൻസ് ഈസ് ഇൻക്രീസ്ഡ്, പ്യൂപ്പിൾ കൺസ്ട്രിക്ട്സ്. ഇതിൻ്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ ബി, പ്യൂപ്പിൾ ഡയലേറ്റ്സ്. ഇതാണ് ഒരു റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. നമ്മുടെ നിയർ റിഫ്ലക്സിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് കൺവേർജൻസ് റിഫ്ലക്സും അതുപോലെ അക്കോമഡേഷൻ റിഫ്ലക്സും. അതിൽ അക്കോമഡേഷൻ റിഫ്ലക്സിൽ പറയുന്നത് 3 കാര്യങ്ങളാണ്: ഇൻക്രീസ്ഡ് അക്കോമഡേഷൻ, കൺവേർജൻസ് ഓഫ് വിഷ്വൽ ആക്സസ്, കൺസ്ട്രക്ഷൻ ഓഫ് പ്യൂപ്പിൾ. അതിൽ ഓപ്ഷൻ എ പറഞ്ഞിരിക്കുന്നത് വിഷ്വൽ ആക്സിസിൻ്റെ കൺവേർജൻസ് തന്നെയാണ്. ഓപ്ഷൻ ഡി പറഞ്ഞിരിക്കുന്നത് പ്യൂപ്പിൾ കൺസ്ട്രക്ട് ചെയ്യുന്നത് തന്നെയാണ്. ഓപ്ഷൻ സി, അതാണ് ഇൻക്രീസ്ഡ് അക്കോമഡേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. എന്താണ്? ലെൻസിൻ്റെ കർവേച്ചർ ഇൻക്രീസ് ചെയ്യുന്നതിനെ തന്നെയാണ് അത് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൽ ആൻസർ അല്ലാണ്ട് വരുന്നത് ഓപ്ഷൻ ബി, റോങ് ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്. പ്യൂപ്പിൾ ഡയലേറ്റ്സ് എന്നുള്ളത് തെറ്റായിട്ടുള്ള ഓപ്ഷനാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോവിങ് എബൌട്ട് വിഷ്വൽ അക്യൂരിറ്റി ഈസ് ട്രൂ? ഓപ്ഷൻ എ, ടെസ്റ്റഡ് വിത്ത് ഇഷിഹാരാസ് ചാർട്ട്. ബി, the degree to which the details and contours of the objects are perceived. C, optic disc is the point where visual acuity is greatest. D, normal visual acuity is 6/12. ആൻസർ എന്താണ്? ഓപ്ഷൻ ബി ആണ്. നമുക്ക് കാണുമ്പോഴേ അറിയാം, the degree to which the details and contours of the objects are perceived. ഇത് മാത്രമാണ് ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. ഓപ്ഷൻ എ എന്താണ്? ടെസ്റ്റഡ് വിത്ത് ഇഷിഹാരാസ് ടെസ്റ്റ്. അത് വിഷ്വൽ അക്യൂരിറ്റി അല്ല, കളർ വിഷനാണ് നമ്മൾ ഇഷിഹാര ടെസ്റ്റ് വെച്ചിട്ട് ടെസ്റ്റ് ചെയ്യുന്നത്, ഇഷിഹാര ചാർട്ട് വെച്ചിട്ട് ടെസ്റ്റ് ചെയ്യുന്നത്. ഓപ്ഷൻ സി എന്താ പറയുന്നത്? ഒപ്റ്റിക് ഡിസ്ക് എന്ന് പറയുന്നത് ഗ്രേറ്റസ്റ്റ് വിഷ്വൽ അക്യൂരിറ്റീൻ്റെ പാർട്ടാണ്. ഇതേ സ്റ്റേറ്റ്മെൻറ്റ് വേറൊരു ക്വസ്റ്റ്യനിലും ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ കയറി വന്നിട്ടുള്ളതാണ്. അതും തെറ്റാണെന്ന് നമുക്കറിയാം. നെക്സ്റ്റ്, നോർമൽ വിഷ്വൽ അക്യൂരിറ്റി 6 ആണെന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും. അപ്പോൾ ഇതിൽ ശരിയായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി മാത്രമാണ്. ബാക്കിയെല്ലാം തെറ്റാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മിസ് അലൈൻമെൻറ്റ് ഓഫ് ദി ഐസ് ഈസ് നോൺ ആസ്? ഓപ്ഷൻസ് എ, മയോപ്പിയ, ബി, സ്ട്രാബിസ്മസ്, സി, ആംബ്ലിയോപ്പിയ, ഡി, സ്കോട്ടോമ. ആൻസർ എന്താണ്? കൺഫ്യൂഷൻ്റെ ആവശ്യമൊന്നുമില്ല. ഓപ്ഷൻ ബി, സ്ട്രാബിസ്മസ് അല്ലെങ്കിൽ സ്ക്വിൻറ്റ് തന്നെയാണ് മിസ് അലൈൻമെൻറ്റ് ഓഫ് ഐസ് എന്ന് പറയുന്നത്. മയോപ്പിയ എന്ന് പറഞ്ഞാൽ എന്താ? റിഫ്രാക്റ്റീവ് എറർ ആണ്. ആംബ്ലിയോപ്പിയ എന്ന് പറയുന്നത് എന്താ? ലേസി ഐ ആണ്. സ്കോട്ടോമ എന്താണ്? നമ്മളുടെ വിഷ്വൽ ഫീൽഡിൽ നമുക്ക് ചില ഭാഗങ്ങളിൽ ബ്ലാക്കിഷ് ഏരിയ ആയിട്ട് നമുക്ക് കാണുന്നത്, അതായത് കറക്റ്റ് ആ ഒരു വിഷ്വൽ ഏരിയ കിട്ടാത്ത ഭാഗങ്ങളെയാണ് നമ്മൾ സ്കോട്ടോമ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻഡിവിജ്വൽസ് വിത്ത് നോർമൽ കളർ വിഷൻ ആർ കോൾഡ്? നോർമൽ കളർ വിഷനുള്ള ആളുകളെ നമ്മൾ എന്താ പറയുക? ഓപ്ഷൻസ് ട്രൈക്കോമാറ്റ്സ്, ഡൈക്രോമാറ്റ്സ്, മോണോക്രോമാറ്റ്സ്, അക്രോമാറ്റോപ്സിയ. ആൻസർ എന്താണ്? ഓപ്ഷൻ എ, ട്രൈക്രോമാറ്റ്സ്. നമുക്കറിയാം കളർ വിഷന് ഹെൽപ്പ് ചെയ്യുന്നത് കോൺസ് ആണ്. കോൺസിൻ്റെ സ്പെസിഫിക് ആയിട്ടുള്ള റീജിയൻസ്, അതായത് റെഡ്, ഗ്രീൻ, ബ്ലൂ, ഈ 3 കളേഴ്സിനെയാണ് കോൺസ് മെയിനായിട്ട് സ്റ്റിമുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ 3 കളറും കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ അവരുടെ കളർ പെർസെപ്ഷൻ കറക്റ്റ് ആണെന്നാണ് അർത്ഥം. അതുകൊണ്ടാണ് ട്രൈക്രോമാറ്റ്സ് എന്ന് പറയുന്നത്, ട്രൈക്രോമാറ്റ്സ്. നെക്സ്റ്റ്, വെൻ ദ ഐ ഈസ് ടേൺഡ് നാസലി വിച്ച് മസിൽ എലിവേറ്റ്സ് ഇറ്റ്? ഓപ്ഷൻസ് എ, സുപ്പീരിയർ റെക്ടസ്, ബി, ഇൻഫീരിയർ ഒബ്ലിക്, സി, സുപ്പീരിയർ ഒബ്ലിക്, ഡി, ഇൻഫീരിയർ റെക്ടസ്. ആൻസർ ഏതാണ്? ഇൻഫീരിയർ ഒബ്ലിക് ആണ് ആൻസർ. എലിവേഷൻ എന്ന് കാണുമ്പോൾ ചാടിക്കയറി സുപ്പീരിയർ റെക്ടസ് പോയിട്ട് മാർക്ക് ചെയ്യരുത്. ഇവിടെ ഇൻഫീരിയർ ഒബ്ലിക് ആണ് ആൻസർ വരിക. അതെങ്ങനെയാണ്? അതായത് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ക്വസ്റ്റ്യൻ വായിക്കുക. ഐസ് ടേൺഡ് നേസലി വിച്ച് മസിൽ എലിവേറ്റ്സ് ഇറ്റ്. അതായത് നേസലി ആദ്യം ടേൺ ചെയ്യുന്നുണ്ട്, എന്നിട്ടാണ് എലിവേഷൻ സംഭവിക്കുന്നത്. അതായത് നേസലി ടേൺ ചെയ്യുന്ന വെച്ചാൽ അഡക്റ്റഡ് പൊസിഷൻ. അഡക്റ്റഡ് പൊസിഷനിൽ എലിവേഷൻ ചെയ്യുന്നത്, എലിവേഷൻ ആക്ഷനായിട്ട് വരുന്നത് ഇൻഫീരിയർ ഒബ്ലിക്കിൻ്റെ ഫംഗ്ഷനാണ്.
ഈ ഒരു കാര്യം ആർക്കും കൺഫ്യൂഷനായിട്ട് വരരുത്. അഡക്റ്റഡ് പൊസിഷനാണ് പറയുന്നത്. അഡക്ഷൻ ഇൻഫീരിയർ ഒബ്ലിക്കിൻ്റെ ഫംഗ്ഷൻ അല്ല. പക്ഷേ അഡക്റ്റഡ് പൊസിഷനിൽ എലിവേഷൻ നടത്തുന്നത് ഇൻഫീരിയർ ഒബ്ലിക്കാണ്. ഇത് മസിൽസ് നമ്മളുടെ കണ്ണിൻ്റെ ഓരോ സൈഡിലും അതിൻ്റെ ലൊക്കേഷനൊക്കെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു ആക്ഷൻ വരുന്നത്. കണ്ടില്ലേ? ഇതിപ്പോൾ നമ്മളെ കണ്ണാണെന്നുണ്ടെങ്കിൽ നമ്മൾ മീഡിയൽ റെക്ടസ് നമ്മളുടെ മീഡിയൽ സൈഡിൽ, ലാറ്ററൽ റെക്ടസ് ലാറ്ററൽ സൈഡിൽ, മീഡിയൽ റെക്ടസിൻ്റെ നേരെ മുകളിലാണ് ഇൻഫീരിയർ ഒബ്ലിക്കിൻ്റെ പൊസിഷൻ വരുന്നത്. അപ്പോൾ ആ ഒരു മീഡിയൽ ഭാഗത്തേക്ക് നമ്മളെ കണ്ണ് പോയാൽ, നേസലി ടേൺ ചെയ്താൽ അവിടെ എലിവേഷനെ സഹായിക്കുന്നത് ഇൻഫീരിയർ ഒബ്ലിക്കാണ്. അതുപോലെ അബ്ഡക്റ്റഡ് പൊസിഷനിലാണ് എലിവേഷനെ ഹെൽപ്പ് ചെയ്യുന്ന ആരാന്ന് ചോദിച്ചാൽ അപ്പോൾ സുപ്പീരിയർ റെക്ടസ് തന്നെയാണ് അതിൻ്റെ ആൻസർ. അതുപോലെ വേറെ എന്തൊക്കെ ചോദിക്കാം? അതായത് അഡക്റ്റഡ് പൊസിഷനിൽ ഡിപ്രഷന് ഹെൽപ്പ് ചെയ്യുന്നത് അത് സുപ്പീരിയർ ഒബ്ലിക്കാണ്. അതായത് നമ്മളുടെ മീഡിയൽ റെക്ടസിൻ്റെ നേരെ താഴ്ഭാഗത്താണ് സുപ്പീരിയർ ഒബ്ലിക്കിൻ്റെ പൊസിഷൻ കൊടുത്തിരിക്കുന്നത്. നമ്മൾ സുപ്പീരിയർ എന്ന് പറയുമ്പോൾ മേലെയാണെന്ന് വിചാരിക്കും, പക്ഷെ അത് താഴെയായിട്ടാണ് കൊടുത്തിരിക്കുന്നത് സുപ്പീരിയർ ഒബ്ലിക്ക്. അതുപോലെ അബ്ഡക്റ്റഡ് പൊസിഷനിൽ ഡിപ്രഷന് ഹെൽപ്പ് ചെയ്യുന്ന ആരാന്ന് ചോദിച്ചാൽ നമുക്ക് ഇൻഫീരിയർ റെക്ടസിനെയും പറയാം. ഈ ഒരു പിക്ചർ നിങ്ങളുടെ മനസ്സിലുണ്ടാവണം, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു ടൈപ്പിൽ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ നമ്മൾ ഈ ഒരു ടോപ്പിക്ക് വരുമ്പോൾ, സിലബസ് വൈസ് ക്ലാസ്സുകളിൽ വരുമ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറയാം. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഈ പിക്ചർ വെച്ച് മനസ്സിലാക്കി വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വെൻ ദി ഇമാജ് ഓൺ ദി റെറ്റിന ഫെയിൽസ് ടു ഫോൾ ഓൺ ദി കറസ്പോണ്ടിങ് പോയിൻറ്റ്സ് ഡേഷ് ഒക്കേഴ്സ്. ഓപ്ഷൻസ്: എ മയോപ്പിയ, ബി ആംബ്ലിയോപ്പിയ, സി ഡിപ്ലോപ്പിയ, ഡി ഹൈപ്പർമെട്രോപ്പിയ. ഇതാർക്കും ഡൗട്ട് ഉണ്ടായിട്ടുണ്ടാവില്ല. കറസ്പോണ്ടിങ് പോയിൻറ്റ്സിലല്ല നമ്മളുടെ ഇമേജ് വീഴുന്നതെങ്കിൽ അവിടെ എന്താ ഉണ്ടാവുക? ഡിപ്ലോപ്പിയാണ് ഉണ്ടാവുക. അപ്പോൾ ആൻസർ ഓപ്ഷൻ സി ഡിപ്ലോപ്പിയാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നെയിം ദ കണ്ടീഷൻ ഇൻ വിച്ച് ലോസ് ഓഫ് അക്കോമഡേഷൻ ആഫ്റ്റർ ദി ഏജ് ഓഫ് 40 to 45 years റിസൾട്ടിങ് ഇൻ ഡിഫിക്കൽട്ടി ഇൻ റീഡിംഗ് ആൻഡ് ക്ലോസ് വർക്ക്. ഓപ്ഷൻസ്: എ ഹൈപ്പർമെട്രോപ്പിയ, ബി പ്രസ്ബയോപ്പിയ, സി മയോപ്പിയ, ഡി അസ്റ്റിഗ്മാറ്റിസം. ആൻസർ എന്താണ്? എല്ലാവർക്കും അറിയുന്നതായിരിക്കും. ഓപ്ഷൻ ബി പ്രസ്ബയോപ്പിയാണ് ആൻസർ. ബാക്കിയുള്ളതൊക്കെ എന്താണ്? റിഫ്രാക്റ്റീവ് എറേഴ്സ് ആണ്. ഹൈപ്പർമെട്രോപ്പി ആണെങ്കിലും മയോപ്പി ആണെങ്കിലും അസ്റ്റിഗ്മാറ്റിസം ആണെങ്കിലൊക്കെ റിഫ്രാക്റ്റീവ് എറേഴ്സ് ആണ്. പ്രസ്ബയോപ്പി എന്തല്ല? ഒരു റിഫ്രാക്റ്റീവ് എറർ അല്ല, അതൊരു ഫിസിയോളജിക്കൽ കണ്ടീഷനാണ്. ഒരു 40 years കഴിയുമ്പോൾ നമ്മളുടെ ഐ മസിൽസൊക്കെ, സിലറി മസിൽസൊക്കെ വീക്ക് ആകുന്നതൊക്കെ കാരണമായിട്ട് നമ്മുടെ അക്കോമഡേഷനിൽ ലോസ് ഉണ്ടാവും. അത് ഏജിനനുസരിച്ച് ആ ലോസ് അങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. അതിനനുസരിച്ച് നമ്മൾ നിയർ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് കറക്ഷൻ കൊടുക്കേണ്ടി വരും. പ്രസ്ബയോപ്പിയക്ക് കറക്ഷനായിട്ട് കൊടുക്കുന്നത് പ്ലസ് കറക്ഷനാണ്, അതായത് കോൺവെക്സ് ലെൻസ് ആണെന്നുള്ള കാര്യം കൂടെ ഓർത്ത് വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫ്ലൂറോക്വിനോലോൺ യൂസ്ഡ് ഇൻ ഒക്കുലാർ ഇൻഫെക്ഷൻസ്. ഓപ്ഷൻസ്: എ ജെൻഡാമൈസിൻ, ബി സിപ്രോഫ്ലോക്സാസിൻ, സി ബാസിട്രാസിൻ, ഡി അസിത്രോമൈസിൻ. ആൻസർ ഈസ് ഓപ്ഷൻ ബി സിപ്രോഫ്ലോക്സാസിൻ. ഒക്കുലാർ ഫാർമക്കോളജിയുടെ ഭാഗത്തു നിന്നും വന്ന ക്വസ്റ്റ്യൻ ആണിത്. ഡ്രഗ്സ് ക്ലാസിഫിക്കേഷനിൽ ഫ്ലൂറോക്വിനോലോൺ എന്ന ഭാഗത്ത്, ഫ്ലൂറോക്വിനോലോൺ എന്ന വിഭാഗത്തിൽ പെടുന്ന കുറച്ച് ഡ്രഗ്സ് കൂടെ പറയാം, ഐ ഡ്രോപ്സ് കൂടെ പറയാം. അതിൽപ്പെട്ടതാണ് സിപ്രോഫ്ലോക്സാസിൻ, ജെമിഫ്ലോക്സാസിൻ, ലീവോഫ്ലോക്സാസിൻ, മോക്സിഫ്ലോക്സാസിൻ, ഓഫ്ലോക്സാസിൻ ആൻഡ് നോർഫ്ലോക്സാസിൻ. ഇവ കൂടി ഓർത്ത് വെക്കുക. വിച്ച് ആൻറ്റിവൈറൽ ഈസ് നോട്ട് പ്രിഫേർഡ് ഇൻ സൈറ്റോമെഗാലോവൈറസ് റെറ്റിനൈറ്റിസ്. ഓപ്ഷൻസ്: എ അസൈക്ലോവിർ, ബി ഗാൻസിക്ലോവിർ, സി വാൽഗാൻസിക്ലോവിർ, ഡി സിഡോഫോവിർ. ഇതിൻ്റെ ആൻസർ കൊടുത്തിരിക്കുന്നത് അസൈക്ലോവിർ ആണ്. അസൈക്ലോവിർ കൂടുതലും ഹെർപ്പസ് സിംപ്ലെക്സിൻ്റെയും ഹെർപ്പസ് സോസ്റ്ററിൻ്റെയും ഫോംസിനെ, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇൻഫെക്ഷൻസിനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഗാൻസിക്ലോവിറിൻ്റെ ഒരു മെയിൻ ഫംഗ്ഷനായിട്ട് തന്നെ പറയുന്നുണ്ട് CMV റെറ്റിനൈറ്റിസിന് യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം. പിന്നെ വേറെ CMV റെറ്റിനൈറ്റിസിന് യൂസ് ചെയ്യുന്നതായിട്ട് പറഞ്ഞിട്ടുള്ളത് ഫോസ്കാർനെറ്റ്, അതുപോലെ സിഡോവുഡിൻ, അതല്ലെങ്കിൽ അസിഡോതൈമിഡിൻ. ഇവയൊക്കെ CMV റെറ്റിനൈറ്റിസിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതായിട്ട് ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ സ്പെസിഫിക് ആയിട്ട് എടുത്ത് പറഞ്ഞിട്ടില്ല. അസൈക്ലോവിർ സൈറ്റോമെഗാലോവൈറസ് റെറ്റിനൈറ്റിസിന് യൂസ് ചെയ്യുന്നില്ല എന്നുള്ള കാര്യം സ്പെസിഫിക് ആയിട്ട് എവിടെയും പറഞ്ഞിട്ടില്ല. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ അത്രയും ഉറപ്പുണ്ടെങ്കിൽ മാത്രം അറ്റൻഡ് ചെയ്യുക, അല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഇതിൻ്റെ ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ 32 ക്വസ്റ്റ്യനോളായി, അതിൻ്റെ എക്സ്പ്ലനേഷൻ നമ്മൾ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ വീഡിയോ കുറച്ചുകൂടെ ലെങ്തി ആയിരിക്കും. അപ്പോൾ നമുക്ക് ബാക്കി ക്വസ്റ്റ്യൻസ് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നമുക്ക് സിലബസ് വൈസ് ക്ലാസ് എടുക്കുന്നതിൻ്റെ കൂടെ തന്നെ ഇതുപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകണം. എങ്കിൽ മാത്രമേ നമുക്ക് ക്വസ്റ്റ്യൻസ് ഏത് ടൈപ്പിലാണ്, ഏത് മോഡലിലാണ് നമുക്ക് വരിക എന്നുള്ള കാര്യം അറിയാൻ പറ്റുള്ളൂ.
അപ്പോൾ എന്തെങ്കിലും സംശയമോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും മിസ്റ്റേക്കോ കാര്യങ്ങളോ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ പറയാം. അപ്പോൾ വീഡിയോ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക വരും ക്ലാസ്സുകൾ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട്. താങ്ക്